Morning comes too early, hands already warm, working for a better day, trying to keep me warm. ഹലോ ഗുഡ് മോർണിംഗ്. ഊട്ടിയിലാണ്, ബാക്ക് ഹോം. അപ്പോൾ അതെ ഇവിടുത്തെ റൂം കണ്ടില്ലേ, സാധനങ്ങളൊക്കെ അവിടെ കിടക്കണ്, എല്ലാം കെട്ടിപ്പൂട്ടി. നേരത്തെ നീച്ചു, 7 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. ഇവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ ഇതാണ് അവസ്ഥ. ആഹാ, നീലാകാശം. നീലാകാശമാണ്, തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ജാക്കറ്റ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു ടീഷർട്ട് ഉണ്ട്. ഇനിയിപ്പം നമ്മൾ റെഡി ജാക്കറ്റ് ഇടാണ്ട്. കുളിച്ചിട്ടൊന്നുമില്ല, രാവിലെ നീച്ചൊന്ന് പല്ല് വിളക്കി ബാത്റൂം പോയി. ചൂടുവെള്ളമൊന്നും ഇല്ല, ഭണ്ഡാരം പിടിക്കാനായിട്ട് റൂമില്ല. അയാളോട്, ഇതിൻ്റെ ആളോട് 100 വട്ടം പറഞ്ഞിട്ടാണ് അയാൾ ഇന്നലെ ചൂടുവെള്ളം നിന്നത്. വല്ലാത്തൊരു കട. അപ്പോൾ ഇതേ ഷംസു റെഡിയാണ്. ഹലോ ഗൈസ്, ഓൻ റെഡിയാണ്. എന്തായാലും നമുക്ക് പുറത്തല്ലേ ഷംസു, സാധനം എടുത്തിട്ട് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഊട്ടി ഇങ്ങനെ ഉണർന്നിരിക്കട്ടോ. ഇപ്പോഴാണ് നോക്കുമ്പോൾ വേറെ ഫീല്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ്ങിലിടാം, ലഗേജ് ഇടണം. വണ്ടിയിൽ എന്തേ ആകെ വെള്ളം എന്താ തണുപ്പ്. വണ്ടി ഒന്ന് തുടയ്ക്കണം. എന്തായാലും നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ബാൽക്കണി ആ പഹയാൻ തുറന്നിട്ടില്ല. ഇവിടെ നിന്നുള്ള കാഴ്ച, ഇവിടെ നിന്ന് വേറൊരു ഭയങ്കര വ്യൂ ഉണ്ട്. ഗുഡ് മോർണിംഗ് ഊട്ടി. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് തുടച്ചിട്ട് ലഗേജ് അമ്മയ്ക്ക് ട്രൈ ചെയ്യാം, കിട്ടിയേക്കണം. അപ്പം ആ പരിപാടി നോക്കാം.
അങ്ങനെ നമ്മൾ ബാഗൊക്കെ ട്രൈ ചെയ്തു. ഇത് സൈലൻസർമ തട്ടിയല്ലത്. ഇതാണ് സംസ് പുതിയ വാങ്ങിയ ഡ്രൈ ബാഗ് ബൈ ഒക്കാമി. ചെറിയ സാധനമാണ്, നൈസാണ്. പക്ഷെ മാഗ്നറ്റ് അല്ല, അങ്ങനെ ചെയ്യാനുള്ളതാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാം കേട്ടോ. വലിയ ബൾക്കി അല്ലേനും. അപ്പം ഞാൻ പറയാം, ആ ഡോർ ഇടുന്നുണ്ട്. എന്തായാലും അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരേ. രക്ഷയില്ല കേട്ടോ. അവിടുന്ന് സൺറൈസ് ഇങ്ങനെ കാണാം. ലെവൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നേ. വർത്താണ് ഇവിടെ. ഓ അപ്പം ബൈ ബൈ ഊട്ടി. നമുക്ക് എന്തായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്യൂല് ഫില്ല് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ വയനാട് പോയാന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഗൂഡല്ലൂർ ചെന്നിട്ട് പ്ലാൻ ചെയ്യുള്ളൂ. നമുക്ക് നേരെ പെട്രോൾ പമ്പ് പിടിക്കാം. എന്തായാലും എണ്ണ കമ്മിയാണ്, ഫുൾ ടാങ്ക് അടിക്കണം. ഇവിടെ റേറ്റും കുറവല്ല, ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകാം. നായക്കുട്ടി എന്ത് ഭംഗിയാണ്. കുട്ടിയൊന്നുമല്ല, പക്ഷെ അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഊട്ടിയോടിന്ന് വിട പറയുകയാണ്. ഇങ്ങോട്ട് വരലിത്തിരി ഉള്ളിക്കാന്നുള്ളൂ, പക്ഷെ സ്റ്റേ അടിപൊളിയായിരുന്നു. ആ കാണുന്നതാണ് ഹോസ്റ്റൽ എന്നും പറഞ്ഞിട്ടുള്ള സ്റ്റേ. നമ്മൾ അവിടെയൊക്കെ നോക്കി, ഭയങ്കര റെൻറ്റ്. കണ്ടോ ഹോസ്റ്റൽ, പക്ഷെ ഭയങ്കര റെൻറ്റ്. അതുകൊണ്ട് നമ്മൾ അതെടുത്ത് ഗുഡ് മോർണിംഗ് ഊട്ടി. ഇത് ഊട്ടി ടൗൺ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഊട്ടി ബസ് സ്റ്റാൻഡ്. ബൊട്ടാനിക്കൽ ഗാർഡൻ, ബോട്ട് ഹൗസ് ലെഫ്റ്റ്. ഈ കാണുന്ന കടല്ലേ, ഇവിടെ ഒരു ചായ കുടിച്ചു. പിന്നെ ഉള്ളത് സ്നാക്സാണ്, വേറെ ഫുഡൊന്നുമില്ല. അപ്പം ഒന്നും കഴിച്ചില്ല, ടീ മാത്രം കുടിച്ചു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, എന്നാൽ ടീ മസ്റ്റാണ്. ഇപ്പോൾ വലിയ വിശക്കണമൊന്നുമില്ല, അതുകൊണ്ടാണ് ഒരു ടീയിൽ നിർത്തിയത്. ഒരു മോർണിംഗ് ചാർജ് ആക്കൽ. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഇപ്പം ഉള്ള 2 ടീഷർട്ട് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, തണുപ്പ് കുറവാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലെ രാത്രി അപേക്ഷിച്ച് ഇന്ന് മോർണിംഗിലേക്ക് അത്ര തണുപ്പില്ല. നല്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ്. ഈ റൈറ്റ് സൈഡിലുണ്ട് ഒരേപോലത്തെ
എന്താ സംഭവം എന്നാവോ, ദൂരത്തുനിന്നൊക്കെ കാണാം തട്ടായിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയാണ്. കണ്ടോ, എന്തെങ്കിലും കമ്പനി ആവാനാണ് സാധ്യത. മഴ പെയ്യോ, ഒരു മഴക്കാലമൊക്കെ ഉണ്ട്, ഒരു ഐഡിയ ഇല്ല മഴ പെയ്യോ എന്നുള്ളത്. പണി കിട്ടുമോ? രാവിലെ ഒന്നും ആകാശം നല്ല തെളിച്ചുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ആകെ മൂടി. ഒരു കുതിരച്ചാട്ടൻ സെൻട്രൽ നിൽക്കണേ, ഇവരെന്തോ ആലോചിച്ച് നിൽക്കണമെന്നാണ് തോന്നണേ. അങ്ങനെ ബൈ ബൈ ഊട്ടി ടൗൺ. നമ്മൾ ഊട്ടിയോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ കൂടല്ലൂർ പിടിക്കാം. അതാ കാണുന്നതാണ് മസനഗുഡി റൂട്ട്, മുതുമലൈ മസനഗുഡി മൈസൂർ. അങ്ങോട്ട് വണ്ടികൾ എൻട്രി ഇല്ല, കാരണം അങ്ങോട്ട് പോകുന്നതും റിസ്ക്കാണ്. ചുരം ഇറങ്ങണം, നാരോ റോഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി അങ്ങനെ വിടൂല. ഇല്ല, കയറ്റി വിടൂലുണ്ണേ, അങ്ങനെ കയറ്റി വിടില്ല എന്ന് കണ്ടറിഞ്ഞൂടെ. TN വണ്ടി മാത്രമേ കയറ്റി വിടുള്ളൂ. കണ്ടോ, അത് റിസ്ക്കുമാണ് ആ പോക്ക്. ഞാൻ ഈ റൂട്ടിന് ഇങ്ങോട്ട് കയറി വന്നത്, എനിക്കറിയാം ആ റൂട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ. കുറച്ച് ഡേഞ്ചറാണ് ആ റൂട്ട്. ശരിക്കും അവിടുന്ന് ഇങ്ങോട്ട് കയറി വരികയാണ് ഏറ്റവും നല്ലത്. ഇവിടുന്ന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ റൂട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂർ പോവുക, ഇങ്ങനെ റിട്ടേൺ കയറി വരാം. അല്ലെങ്കിൽ എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം ഗൂഡല്ലൂർ കൂടി ഇങ്ങനെ കയറി വരാൻ ശ്രമിക്കുക, അതാവും ബെസ്റ്റ്. കുറേ ആൾക്കാർ ഊട്ടി വന്നിട്ട് അങ്ങോട്ട്, അതായത് ഇപ്പം എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ നേരെ പാലക്കാട് വഴി കോയമ്പത്തൂർ വഴി ഊട്ടി വരും, എന്നിട്ട് ഈ വഴി ഇറങ്ങാൻ ശ്രമിക്കും. പക്ഷെ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഈ വഴി എന്തായാലും അവർ വിടില്ല, പ്രത്യേകിച്ച് 2 വീലേഴ്സിന് ഒരിക്കലും വിടില്ല. അപ്പോൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പം ഗൂഡല്ലൂർ വഴി കയറി വരാൻ ശ്രമിക്കുക. ഗൂഡല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ ഈ റോഡ് പിടിക്കുക, മസനഗുഡി വഴി. നമ്മളിത് ചുരം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കോടങ്ങനെ കിട്ടിയിട്ടോ. ഇതാണ് ഷൂട്ടിംഗ് സ്പോട്ട്. കണ്ടോ, ചെറുതായിട്ട് കോടയുണ്ട്. ഇങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റും തോന്നുന്നു. അങ്ങോട്ട് വണ്ടി ഇറക്കാം. ഇതാണ് കേട്ടോ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. ഇവിടെ ആരോ മരിച്ചു എന്ന് ഞാൻ ഇന്നലെ മിന്നാന്നിട്ട് റീല് കണ്ടിരുന്നു. ഒരു തമയം അവിടെ ഫോട്ടോ എടുക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ മറിഞ്ഞു പോകണമെന്നോ 1150 അടിയോ കണ്ടില്ല. അപ്പോൾ അങ്ങോട്ട് വീണിട്ട് മരിച്ചു എന്നാണ് ഞാൻ ഇൻസ്റ്റയിൽ റീൽസിൽ കണ്ടത്. എന്താണെന്നറിയില്ല. അപ്പോൾ ഇതാട്ടോ നീഡിൽ റോക്ക്. ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങണില്ല,
അങ്ങോട്ട് കുറേ നടക്കൊക്കെ വേണം. എന്നാലും നമുക്ക് നേരെ ഗൂഡല്ലൂർ പിടിക്കാം. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് തന്നെ എങ്ങനെ ഇവിടെ നടന്നു പോവാം. ഇവിടെ നടക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരാൾ ഫോട്ടോ എടുക്കണ ഇടയിൽ വീണ് മരിച്ചെന്ന്. അത് ശരിക്കും അവിടെ നമുക്ക് ചെന്ന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം വരെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഇറങ്ങരുത് എന്നൊക്കെ. പിന്നെ അങ്ങോട്ട് ആ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കും ആൾക്കാർ വേലി ചാടിയിട്ട്. എന്തൊരു കഷ്ടമാണെന്നറിയാം. അതിന് മുന്നേ ഒരാളവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കടന്നൽ കുത്തിയിട്ട് മരിച്ചു. ആൾക്കാരോട് പറഞ്ഞ ഒരു അനുസരിച്ച് അവിടെ ഫോട്ടോ എഴുതി വെച്ചിട്ടുണ്ട്. പ്രശ്നമാണ്, പ്രോബ്ലമാണ്, അങ്ങോട്ട് ഇറങ്ങരുത്. ആര് കേൾക്കാൻ? നമുക്ക് താഴത്ത് ഗൂഡല്ലൂർ ടൗൺ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ റീച്ചായി. സമയം 9:10. പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ വയനാട് വഴി ആണ് പ്ലാൻ. നമ്മളിവിടെ നിന്ന് നേരെ വയനാട് റൂട്ട് പിടിക്കും. എന്തായാലും ഗൂഡല്ലൂർ വന്ന സ്ഥിതിക്ക് നല്ല മുട്ട പപ്സ് കിട്ടും ഇവിടെ. അപ്പോൾ ചായ അടിക്കണം, മുട്ട പപ്സും കഴിക്കണം. നോക്കട്ടെ, നല്ലൊരു ബേക്കറി കണ്ടാൽ നിർത്തണം. ഞാൻ ഈ വഴിക്ക് വരുമ്പോൾ എപ്പോഴും ഗൂഡല്ലൂരിൽ നിന്ന് കഴിക്കാറുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാവാം. വൈകിട്ടൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. എന്തായാലും ഊട്ടിയിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചിറങ്ങുന്ന ഇതായിരിക്കുമല്ലോ. അപ്പം അത് നമുക്ക് ഇവിടുന്ന് കേട്ടോ പപ്സ് കഴിക്കാനുള്ളത്. വായോ. ഇന്ത്യൻ ബാഗ്സ്. പോവാ. ഗൂഡല്ലൂർ ടൗൺ, ഇത് ബസ് സ്റ്റാൻഡ്. അപ്പം നമുക്ക് ബൈക്കിൻ്റെ അടുത്ത് പോവാം. അപ്പോൾ നല്ല പപ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പപ്സ് നല്ല ഉദ്ദേശിച്ചത്. ഇവിടെ പപ്സ് കുറച്ച് ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം
ഇവിടുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വയനാട് റൂട്ട് നോക്കട്ടെ ഇനി ഇപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആ പദ്ധതി അങ്ങ് വിട്ടു. വേറെ റൂട്ടുണ്ട്, പക്ഷെ അത് ഏത് റൂട്ടാണെന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ നാടുകാണി പോയിട്ട് പോണ റൂട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും ദൂരം കൂടുതലാണ്. പക്ഷെ എന്നാലും ഈ റൂട്ട് തന്നോട് പോകാമെന്നുള്ള പ്ലാനായി. പിന്നെ എന്തായാലും അപ്പോൾ നമുക്ക് ഇവിടെ നേരെ സുൽത്താൻ ബത്തേരി പിടിക്കാം. ഈ റൂട്ട് എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പോയിട്ടുണ്ടോ ചോദിച്ചാൽ വലിയ ഓർമ്മയൊന്നും കിട്ടണില്ല. ഞാൻ പോയിട്ടുണ്ട് ഈ റൂട്ട്, പക്ഷെ അത് ഏത് റൂട്ട്, വേറെ ഫോറസ്റ്റിൻ്റെ കൂടി കുറച്ച് ഞാൻ പോയിട്ടുണ്ട്. അപ്പം നോക്കട്ടെ എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും അതിനനുസരിച്ചാവും പ്ലാൻ. എന്തായാലും ഈ റൂട്ട് നമുക്ക് നേരെ പിടിക്കാം. നമ്മളിപ്പോൾ ദേവർശോല എന്ന് പറയുന്നൊരു സ്ഥലത്താട്ടോ. ദേവർശോല ടൗണൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് ഇവിടെ. റൈറ്റ് സൈഡിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ റൂട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ ബൈക്കേഴ്സിന് പറ്റിയ റൂട്ടാണ്. ഇതേ കൂടല്ലൂർ ബസ് വരുന്നു. നമ്മളങ്ങനെ തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്ത് കേരളം എത്തി. ചെക്ക് പോസ്റ്റ് കടന്നു, തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്ന് കേരളമായി. തമിഴ്നാട് സ്റ്റേറ്റ് ലിമിറ്റ്സ് എൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് റോഡ് അടിപൊളിയായാലോ. ഇതുവരെ ഒരു കട്ട റോഡ് പോലത്തെ വലിയ സുഖമില്ലാത്ത റോഡ്. ഈ റോഡ് അടിപൊളിയാണല്ലോ. നല്ല ഇതേത് ഫോറസ്റ്റ്, ഇതേത് ഫോറസ്റ്റാന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ റോഡ് വേറെ അടിപൊളി. അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി ടൗൺ എത്തിയിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി ഭയങ്കര ക്ലീനായിട്ടാ ടൗണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ കണ്ടോ നിങ്ങൾ, ഈ എന്താ പറയുക, ബാരിക്കേഡ് വെച്ചിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏത് റൂട്ടാണ്? മുട്ട കയറ്റാണ് ഞങ്ങളെ. ഒന്ന് ചായ കുടിക്കാനല്ല, ഒന്ന് വെള്ളം കുടിക്കാൻ നിർത്തിയാൽ നല്ല ചൂടുണ്ട്. അപ്പം ചായ അവിടുന്ന് 2 വടയും കുന്തൊക്കെ കയറ്റിയതോ? അത് ശരി, അത് സ്നാക്ക്. 3-4 വടയും ചായയൊക്കെ കയറ്റിയത് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പം. അപ്പം ഇപ്പം ഇത് കൽപ്പറ്റല്ലേ? കൽപ്പറ്റയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ മലപ്പുറം? ഇവിടുന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു ടീ ബ്രേക്ക് അല്ല, വെള്ളം കുടിക്കാച്ചിട്ടൊക്കെ നിർത്തിയാണ്. 2-2.25 മണിക്കൂറുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ചത്തെ ആയതുകൊണ്ട് നല്ല ബ്ലോക്കും ഉണ്ട് അല്ലേ? നല്ല ബ്ലോക്കും ഉണ്ട്. നോക്കട്ടെ.
അപ്പോൾ നമ്മളിത് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി അവിടുന്ന് നമ്മൾ ഒരു സ്പോട്ടുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. സംസ് പറഞ്ഞാണ് ഇവിടെ ഊര് എന്നും പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഇത്ര. അപ്പം അവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമുക്ക് പോയോക്കാം. അതുവഴി പിന്നെ നേരെ അങ്ങോട്ട് റിട്ടേൺ അടിക്കുക. അപ്പോൾ അവിടെ കയറി നോക്കാം എന്താ സിറ്റുവേഷൻ. അവിടുത്തെ ഫോട്ടോ ഗൂഗിൾ ചെയ്തപ്പോൾ ഫോട്ടോ ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ റീൽസിലോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കാണാത്തതാണോ എന്നറിയില്ല. റീൽസിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നമ്മൾ കൽപ്പറ്റയിലാണ് ഉള്ളത്. ഇനി അങ്ങോട്ട് ഏകദേശം ഒരു 21 മിനിറ്റ് റണ്ണിങ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഊര്, അത് ഇതാട്ടോ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ ഉള്ളിലാണ് അത്. ഊര് ജനത്തിരക്കാണല്ലോ ഇത് കാണാൻ. അപ്പോൾ ഇതാണ് ഈ ഊര് എന്ന് പറഞ്ഞ പരിപാടി. ഇവിടുന്ന് ജീപ്പിൽ കുറേ ആൾക്കാരെയും കൊണ്ട് ഈ പ്രോപ്പർട്ടിയിലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, കുറേ വണ്ടികൾ പോയി. ഞാനവിടെ കുറച്ചേരം ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തു. പിന്നെ ജീപ്പ് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അതേ വരുന്നു. ഇതേ ജീപ്പുകൾ വരുന്നുണ്ട്. ഈ ജീപ്പിൽ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വില്ലേജ് അത്രയാണ് ഊരെന്ന്. പിന്നെ അവിടുന്ന് കണ്ടിട്ട് റിട്ടേൺ കൊണ്ടുവരും. അതാണ് പരിപാടി. പക്ഷേ നട്ടാപ്പുറ വെയിലത്ത് നമുക്കതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണില്ല. പിന്നെ ഇതാണ് ഊര് ടിക്കറ്റ് നിരക്ക്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കലാണ് കേട്ടോ. അവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അത് ഏത് റൂട്ടാണെന്ന് എനിക്കറിയില്ല. 50 രൂപ പ്രവേശന ടിക്കറ്റ്, ജീപ്പിന് 40 രൂപ. അപ്പം ഒരാൾക്ക് 90 രൂപയാകും പെർ പേഴ്സൺ. ഇതാണ് ടിക്കറ്റ് കൗണ്ടറെ. ഇതേ ജീപ്പ് കണ്ടില്ലേ, ഇഷ്ടംപോലെ ജീപ്പുകൾ വരുന്നുണ്ട്. ഇതാണ് സംഭവം. എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം. ഈ വെയിലത്ത് നിന്നിട്ട് പുഴുങ്ങുന്നതിനേക്കാൾ നല്ലത് അതല്ലേ. നമ്മളങ്ങനെ താമരശ്ശേരി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ ഒടുക്കത്തെ വ്യൂ കേട്ടോ. ബ്ലോക്ക് വണ്ടികളുണ്ട്, ഭയങ്കര റഷാണ്. വേറെ ലെവൽ വ്യൂ. സൈഡിൽ വണ്ടികൾ നിർത്തിയതുകൊണ്ട് ഹോണടിയും ബഹളം തന്നെ കേട്ടോ. നിറയ്ക്കും. ഉണ്ടോ? ഇവിടുന്നൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അങ്ങോട്ട്.
വയനാടിനോട് വിട പറയാം. ഇവിടുന്ന് കാഴ്ചയൊക്കെ കണ്ട് വേറെ ലെവൽ. പക്ഷെ ഇതൊക്കെ നല്ല മഴക്കാലത്തോ അല്ലെങ്കിൽ ഒരു ഡിസംബറിലൊക്കെ നമുക്ക് പറ്റിയ സമയം അതായിരിക്കും കേട്ടോ. ഡിസംബർ ജനുവരിയൊക്കെ നല്ല മോർണിംഗിലൊക്കെ ചുരം കയറുക എന്നൊക്കെ പറയുമ്പം വേറെ ലെവലായിരിക്കും. ഒന്നും വെയിറ്റ് ചെയ്യായിരുന്നോന്ന് ഇപ്പം എത്തിയിട്ടുള്ളൂ. പോവാ പെട്രോൾ എന്താ പാടേ കട്ടെ ഷംസിനെ കാണാണ്ട് അടിവാരത്ത് വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് അടിവാരം. ഓനും കൂടെ എത്തിയതിൻ്റെ ബാക്കിൽ ഞാനും എത്തിയിട്ടോ. എവിടെയെങ്കിലും ഒരു ചായ കുടിക്കാൻ സ്പേസ് കിട്ടിയാൽ നിർത്തിയാലോ കൊള്ളാം എന്നുണ്ട്. സമയം 2 മണിയാണ്. ഇതാണ് അടിവാരം. ഈ അടിവാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരം കയറുന്നതിൻ്റെ താഴത്തുള്ള സ്ഥലമാട്ടെ. സ്ഥലത്തിൻ്റെ പേരാണ് അടിവാരം എന്ന്. നമ്മളിവിടെ നിന്ന് നേരെ കോഴിക്കോട് പിടിക്കാം. കോഴിക്കോട് നിന്ന് പിന്നെ നാഷണൽ ഹൈവേ പിടിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. അതാണ് പ്ലാൻ. അപ്പോൾ കോഴിക്കോട് നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കാം. വിശക്കുണ്ട്, ചെറുതായിട്ട് വിശക്കുണ്ട്. റോഡ് നല്ല എൻഗേജാണ്, വണ്ടികളും കൂടുതലാണ്. ഞങ്ങളിത് ഒന്നുമില്ല, ഈ ഹോട്ടലിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. എന്താ കഴിച്ചു നമ്മൾ? ഷവർമ കഴിച്ചു. സമയം 3:30 അപ്പോൾ പിന്നെ ലഞ്ച് അങ്ങ് സ്കിപ്പ് ചെയ്ത് ഷവർമ ആക്കി. അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങാം. ഷംസു പോലെ ഇതാരും ഊരില്ല, കാരണം ഇതിൻ്റെ വള്ളി എവിടെയാണെന്ന് അറിയില്ലല്ലോ. എന്താ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഷവർമ ഒക്കെ കഴിച്ച് വയറൊക്കെ ഒന്ന് അത് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചില്ല. ഹെവി ആയിട്ട് കഴിച്ചാൽ പിന്നെ ഭയങ്കര ഉറക്കം വരലാവും. അതുകൊണ്ട് പിന്നെ അധികം ഫുഡ് കഴിക്കാൻ നിന്നില്ല. വീണ്ടും ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ടോൾ പ്ലാസ 500 മീറ്റർ കഴിഞ്ഞാൽ പണപ്പിരിവ് കേന്ദ്രമുണ്ട്. അങ്ങനെ നമ്മൾ പിടിച്ച റൂട്ടുണ്ടല്ലോ, ഇവിടുന്ന് നേരെ, അതായത് ഊട്ടിയിൽ നിന്ന് വീണ്ടും ഊട്ടി പോയി, ഊട്ടിയിൽ നിന്ന് നമ്മൾ കോടനാട് വ്യൂ പോയിൻ്റ് പോയി, അവിടുന്ന് റിട്ടേൺ ഇറങ്ങി ഗൂഡല്ലൂർ വന്ന് പിന്നെ നമ്മളവിടെ നേരെ അങ്ങനെ സുൽത്താൻ ബത്തേരി പിടിച്ച് അവിടുന്ന് വയനാട് വന്ന് നമ്മൾ ആ ഒരു സ്പോട്ട് പറഞ്ഞല്ലോ അവിടെ ഒന്ന് ചുമ്മാ കയറി. അത് കഴിഞ്ഞ് പിന്നെ നേരെ താമരശ്ശേരി ചുരം ഇറങ്ങി കാലിക്കറ്റ് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ ടോട്ടല് 417 കിലോമീറ്റർ ഇപ്പോൾ ടോട്ടലായി. അതിൽ നമ്മൾ 417 അല്ല, ഏകദേശം ഒരു 450 കിലോമീറ്ററിൻ്റെ മുകളിൽ നമ്മൾ ഓടിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളൊന്ന് ഫ്യൂല് ഫുള്ളായതു.
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഊട്ടിയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ ഇനിയും എണ്ണ ഹാഫ് ടാങ്കിൻ്റെ മുകളിലുണ്ട്. നമ്മളങ്ങനെ ഹൈവേന്ന് എക്സിറ്റ് എടുക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഹൈവേ പാലം പണി, അതുകൊണ്ട് അതിൽക്കൂടി വണ്ടികൾ കടത്തി വിടുന്നില്ല കേട്ടോ. ഈ എന്താ പറയുക, സർവീസ് റോഡിൽ കൂടിയാണ്. നമ്മൾ ഈ സർവീസ് റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുക്കും. പിന്നെ നമ്മൾ നേരെ വേങ്ങര നേരെ വീട്ടിലോട്ട് കേട്ടോ. കാരണം ഞാൻ നേരെ പോയിട്ട് കോട്ടയ്ക്ക് പോയിട്ട് എനിക്ക് അങ്ങനെ പോകാം, പക്ഷെ അത് ചുറ്റലാണ്. നേരെ ഹൈവേ ചെന്ന് പിന്നെ എക്സിറ്റ് എടുത്ത് എഡ്രിക്കോട് നിന്ന് പിന്നെ കോട്ടയ്ക്കിൽ വന്ന്, അപ്പം അത് ഇത്തിരി റിസ്ക്കിയാണ്. കുറച്ചും കൂടി കിലോമീറ്റർ കൂടും. അപ്പം അതിലൊക്കെ നല്ലത് ഈ എക്സിറ്റ് എടുത്തിട്ട് ഇത് സ്ഥലത്തിൻ്റെ പേരാ കക്കാട് നിന്ന് എക്സിറ്റ് എടുത്തിട്ട് പിന്നെ വേങ്ങര വഴി നേരെ വീട്ടിലോട്ട്. അങ്ങനെ പോവാ. ആ അപ്പോൾ ബൈ. ഷംസ് വിട പറയാണ്. ബൈ ബൈ പറയും. അപ്പോൾ ഓക്കെ, കാണാം. അങ്ങനെ ഷംസ് വേങ്ങരയിൽ നിന്ന് റൈറ്റ് എടുത്ത് പോവും. സെറ്റല്ലേ? അങ്ങനെ ഷംസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓരോ റൈഡിൻ്റെ എൻഡും എന്താ പറയുക, ഒരു സങ്കടമാണ്. നമ്മളൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ് ആവില്ല നമുക്ക് ആ റൈഡ് എൻഡ് ചെയ്യുമ്പോൾ കിട്ടും. എല്ലാ റൈഡിനുള്ള പോലെ തന്നെ ഒരു വിഷമം, ആ വിഷമം ഈ റൈഡിനുമുണ്ട്. എന്താ ചെയ്യുക? എന്തായാലും അടുത്ത റൈഡ് ഇനി റൈഡുകൾ ചെയ്യാം അല്ലേ? നമ്മൾ ഈ ലോകത്ത് ഇനി എത്ര കാലം ഉണ്ടാവും? ഇപ്പോൾ ഉള്ള കാലം നമ്മളൊക്കെ ഇനി കുറേ കാലം ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. നമുക്ക് ആരോഗ്യമുള്ള സമയത്തല്ല നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആരോഗ്യമുള്ള സമയത്ത് പണിയെടുത്ത് സമ്പാദിക്കുക, അതുകൊണ്ട് യാത്രകൾ ചെയ്യുക, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കുക. അപ്പം ഓരോ റൈഡും ഓരോരോ അനുഭവങ്ങളാട്ടോ. അപ്പം ബൈക്കിൽ റൈഡ് ചെയ്യുന്നൊരു ഫീല് സത്യമായിട്ട് എനിക്ക് കാറിൽ പോയിട്ട് അല്ലെങ്കിൽ ട്രെയിനിൽ പോയിട്ടോ ബസ്സിൽ പോയിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. സത്യമായിട്ട് നമ്മൾ ബൈക്കെടുത്ത് നമുക്കിഷ്ടമുള്ള വഴി കൂടി നമ്മളിങ്ങനെ ഓടിച്ച് നമ്മളെ എന്താ പറയുക, ഇതൊരു വേറെ ഫീലാണ്. അത് ചിലവർക്ക് പറഞ്ഞാൽ വിചാരിക്കും കണക്ക് ഭ്രാന്താണ് എന്നൊക്കെ. അതേപോലെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിനക്ക് പണിയൊന്നുമില്ലല്ലോ, അതേപോലെ നിനക്ക് പണിക്കൊന്നും പോകണ്ടല്ലോ, നിനക്ക് ഇങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാൽ മതിയല്ലോ. പക്ഷേ കുറേ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഓരോ യാത്രകൾ ചെയ്യണത്. കടം മേടിച്ചിട്ടും അല്ലെങ്കിൽ നമുക്കൊരുപാട് EMI കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് കുറേ മാറ്റി വെച്ചിട്ട് നമ്മൾ ഓരോ യാത്രയും ചെയ്യണത്. അങ്ങനെ സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ എന്താ, അനദർ റൈഡ്, അനദർ സൈനിങ് ഓഫ്. അപ്പോൾ ഇനി വേറൊരു വ്ളോഗിൽ കാണാം, വേറൊരു റൈഡിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.